സാറേ, നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ നട്ടലൊടിക്കുന്ന ഒരു സമരം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷെ ആരും കണ്ട മട്ടില്ല, കേട്ട മട്ടില്ല, അനുഭവിച്ച് അറിയേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ. മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ സംസാരിച്ചത്. സാർ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സാറിന് ഉറപ്പായും അറിയാമായിരിക്കാം. ഇത് ഉണ്ടാക്കാവുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്, സാമൂഹ്യമായി ഇത് ഉണ്ടാക്കാവുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്, ഈ സമരത്തിൻ്റെ കാരണം? തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു സമരമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം കേവലമായ ഒരു അധ്യാപകരുടെ ഒരു ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ് എന്നുള്ള തരത്തിൽ ഇതിനെ താഴ്ത്തി കാണിക്കുകയാണ്. പക്ഷേ മറിച്ച് അങ്ങനെയല്ല. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. സർക്കാർക്ക് ന്യായമായ വേതനം കിട്ടുന്നില്ല, അവർക്ക് തസ്തിക നിർണ്ണയം ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് അവർക്കുണ്ട്. വളരെ ഗൗരവകരമായ, സാധാരണക്കാരനെ ബാധിക്കുന്ന, പക്ഷേ സമരം ചെയ്യുന്നത് ഈ അധ്യാപകരായ ഡോക്ടർമാരാണ്. ഇത് നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. ആക്ച്വലി ഈ സമരം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ കൂടിയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമരമാണ്. അങ്ങനെയല്ലേ ദിവസം? തീർച്ചയായിട്ടും. ഇതിനകത്ത് എനിക്ക് നമ്മൾ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് സാറിനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം, കാരണം അഭിനന്ദിക്കണം. കാരണം ഇത് ഈ കാര്യത്തെക്കുറിച്ച് സാറാണ് ആകെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ട്. വളരെ ജെന്യൂനായിട്ടുള്ളൊരു കാര്യമാണ്. സാർ ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്തൊന്നും കൂടുതൽ അധികമായിട്ട് പറയാനില്ല. പക്ഷെ എന്നാൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ചേർക്കാൻ ശ്രമിക്കാം. ഒന്ന്, അവിടെ ഇവരുടെ സാർ അത് പറഞ്ഞു, 10 വർഷത്തിലുള്ള ഒരിക്കലാണ് ഇവരുടെ വേതനം പുതുക്കുന്നുള്ളത്. ഈ 10 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോഴത്തേക്ക് ഇവരെ കംപ്ലീറ്റ് അങ്ങ് അവോയ്ഡ് ഇഗ്നോർ ചെയ്യായിരുന്നു ശരിക്കും. എന്നിട്ട് ഇവർക്ക് കൊടുത്ത വളരെ ഒരു ഹയർ സെക്കൻഡറി ഒരു സ്കൂൾ ടീച്ചറിന് കൊടുക്കുന്ന അതേ ശമ്പളമാണ് ഇവർക്ക് കിട്ടുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. ഈ ഇവരുടെ ജോലി സമയം നമ്മൾ പരിശോധിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഇവർ രാവിലെ തുടങ്ങുന്ന രാത്രി വരെയാണ് ഇവരുടെ സമയം. ആഴ്ചയിൽ ഒരിക്കൽ 8 തൊട്ട് രാത്രി 8 വരെ ആണ് അവരുടെ ആഴ്ചയൊരിക്കൽ. അവർ രാവിലെ 8 മണിക്ക് തൊട്ട് 8 മണി വരെ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. പിന്നെ ആഴ്ചയിലൊരിക്കൽ നൈറ്റ് ഡ്യൂട്ടി. ഇതെല്ലാം ഈ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് എന്ന് പറയുന്ന വർഗമാണ് ഇപ്പോൾ സമരത്തിലുള്ളത്. അവർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇത് ഈ ഡ്യൂട്ടിയിൽ ഇവരുടെ രോഗികളുടെ എന്താ പറയുക, ബാഹുല്യം. രോഗികളുടെ ബാഹുല്യം എന്ന് പറയുമ്പോൾ 400 പേഷ്യൻസിനെ വരെയൊക്കെയാണ് ഒരു OP-യിൽ ഒരു ദിവസം കാണുന്നത്. ആലോചിച്ച് നോക്കി. അത് ഒന്നാമത് അവർക്ക് അത്രയും ആൾക്കാരെ കണ്ട് എത്ര മിനിറ്റ് എടുക്കും ഒരു രോഗിക്ക് എത്ര ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ PG-കളൊക്കെ വിട്ടിട്ട് ഇവർ നോക്കിക്കും. പിന്നെ ഇവർ അത്യാവശ്യം ഇവർ നോക്കും. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവർ. പക്ഷെ അവർക്ക് ഒരു സിമ്പതിയില്ല. ആ കാര്യം കേൾക്കുമ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അത് ആ ഒരു ഭാഗം. ഇവർ PGs ഉണ്ടല്ലോ, ഇവരുടെ PGs-നും ശരിക്കും പറഞ്ഞാൽ അവർ പഠിക്കുമ്പോൾ ഈ PG കാലഘട്ടത്തിൽ ഇവർ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. PG പഠിക്കുമ്പോൾ ഇവർക്ക് 24 മണിക്കൂറും ഡ്യൂട്ടിയാണ് ആഴ്ചയിലൊരിക്കൽ. ആലോചിച്ച് നോക്കണം. ഇത് നമ്മുടെ ഇവിടെ ലേബർ നിയമങ്ങളൊക്കെ ഉള്ള രാജ്യത്താണെന്ന് ആലോചിച്ച് നോക്കണം. 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യിക്കാൻ പാടില്ല, വിശ്രമം കൊടുക്കണമെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ 24 മണിക്കൂറും ഈ ഡോക്ടർമാരെ വിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യും. അത് ചെയ്തിട്ട് വന്നവർക്കും ഇവർ കൊടുക്കുന്ന ഇതേ സാലറി തന്നെയാണ്. അപ്പോൾ തികച്ചും ഒരു ജെന്യൂനായിട്ടുള്ള സമരമാണ്. ഇതിനൊരു എന്താ പറയുക, ജനപിന്തുണ വേണ്ടിയ ആവശ്യമുള്ള ഒരു സമരം കൂടെയാണ്. സാറേ, ഇതൊന്നും ഇടപെട്ടോട്ടെ. ഇതിനകത്ത് ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊരു സൃഷ്ടിക്കപ്പെട്ട സമരമൊന്നും കൂടി പൊതുവെ സംസാരമുണ്ട്. കാരണം സ്വകാര്യ മേഖലയാണ് വാസ്തവത്തിൽ സ്വാഭാവികമായി ഡയറക്റ്റായിട്ട് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അവരാണ്, ആ ഹോസ്പിറ്റൽസാണ്. നേരിട്ട് ഇതിൻ്റെ ലാഭം കൊയ്യുന്നത് എപ്പോഴും ഈ സ്വകാര്യ ആശുപത്രികളാണ്. ഈ സമരം നീണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ഈ സമൂഹത്തിൻ്റെ താഴെത്തട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ തന്നെ വളരെ ഗുരുതരമായ രോഗം ബാധിച്ച ആൾക്കാർ, ഇനി പൈസ കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാത്ത ആൾക്കാർ, ഇവരെ എപ്രകാരമായിരിക്കും ഈ സമരം നേരിട്ട് സ്വാധീനിക്കുക? ഇതിനെ മറികടക്കാൻ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢ പദ്ധതി ഇതിനകത്തുണ്ടോ എന്ന് സാധാരണക്കാരൻ ചിന്തിച്ചു പോയാൽ അത് തെറ്റല്ലല്ലോ. ഗൂഢപദ്ധതി ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സംശയിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല. ഈ സാറ് പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഈ സാധാരണക്കാരാണിത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ ഈ ഡോക്ടർമാർ, ഇവിടെ സെർവ് ചെയ്യുന്ന ഡോക്ടർമാർ
പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ 3 ഇരട്ടി ശമ്പളം അവർക്ക് കിട്ടും. ഉറപ്പായും. അത് കളഞ്ഞിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. അത് ഒരു പരിധി വരെ പിന്നെ അവരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകാം, പിന്നെ ഒരു പാഷനായിട്ടാവാം, പിന്നെ ഈ എന്താ പറയുക പ്രൊഫസർ എന്നൊക്കെ പറയുന്ന ആ ഡെസിഗ്നേഷനുള്ള ഒരു അഭിനിവേശമാകാം. എന്തു തന്നെ ആയിരുന്നാലും അവരെ ഇത് അനുഭവിക്കുന്നത് ഈ സാധാരണക്കാരാണ്. ഇവിടെ ഇല്ലാതാകുമ്പം അവർക്ക് മറ്റു ആശുപത്രികളിലേക്ക് പോകാൻ അവർ നിർബന്ധിതരാകും. ഡെഫിനറ്റ്ലി അവിടെ പോകുമ്പോഴുള്ള ചാർജ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെയൊക്കെ മെഡിസിൻ ഒരുപാട് മെഡിസിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടുത്തെ സംസ്ഥാനം. നമ്മുടെ സംസ്ഥാനം മെഡിക്കൽ കെയറിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയുള്ള പുരോഗതി അല്ലത്. ഇത് പിന്നെ രാജഭരണം തൊട്ട് നമ്മൾ മുന്നിലാണ് ഈ കേരളം ഈ മെഡിക്കൽ കെയറിൽ. അപ്പൊ അതിങ്ങനെ കടന്ന് അപ്പൊ ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നു. അത് ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാറിന് അറിയാമല്ലോ, നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് വരുത്താനുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാം ഈ അടുത്ത കാലത്തെല്ലാം കണ്ടാണ് ഈ ആശാ വർക്കർമാരുടെ സമരം. അവര് സമരം ചെയ്യുമ്പോൾ അവർ ഏത് വിധേനയും അത് ജയിപ്പിക്കും. അവർ ഭരണത്തിലുള്ളപ്പോൾ അവർക്കെതിരെ ഒരു സമരം വന്നു കഴിഞ്ഞാൽ അത് ജെന്യൂനായിട്ടുള്ള സമരമാണെങ്കിലും എത്ര ജെന്യൂനാണെങ്കിലും അവരത് അടിച്ചമർത്തും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഇതിലത്തെ എടുത്ത് നമ്മൾ ഈ ഒരു സമരം എങ്ങനെ ഗൗരവതരമാവുന്നു എന്നുള്ളതിനെ ഞാൻ കാണുന്നത് നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങൾ, ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങൾ അപ്പാടെ കേരളത്തിൽ നശിച്ചു വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഉണർത്തെഴുന്നേപ്പിന്റെ പാതയിലാണില്ലെന്ന് പറയുന്നില്ല. അതുപോലെ പൊതുവിതരണ സമ്പ്രദായം, റേഷൻ കടലിൽ ആൾക്കാർ പോകാതായി. ഇങ്ങനെ ട്രാൻസ്പോർട്ട്, ഇങ്ങനെ പൊതു മേഖലയിൽ ആൾക്കാർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളെല്ലാം തന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നമ്മൾ നേരിൽ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായാലും ശരി, മെഡിക്കൽ കോളേജുകളായാലും ശരി, അവയും ഈ ആവശ്യമുള്ള ഉപകരണങ്ങൾ എത്തിക്കാതിരിക്കുക, ആവശ്യമുള്ള ധനസഹായം കൊടുക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള സേവന വേതന വ്യവസ്ഥകളെ അട്ടിമറിക്കുക. ഇത് വാസ്തവത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് പരമ്പരാഗതമായിട്ട് ചിലപ്പോൾ ചില ബാഹ്യ ഇടപെടലുകളെന്ന് ഞാൻ സംശയം കാണുന്നത് അതാണ്. എപ്പോഴും നമുക്ക് ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർമാരുടെ സമരം ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാരുടെ കയ്യിലെത്തിയിട്ടില്ല. എത്താത്ത നമ്മുടെ മീഡിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ടാകില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും എന്തിനാണ് ഈ സമരം എന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ ഒരുപക്ഷെ ഡോക്ടർമാരും പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് കുറച്ചുകൂടി കൃത്യമായി മീഡിയകളിൽ എത്തിക്കാനും, അത് അവിടെ ഇരിക്കുന്ന സമരം ചെയ്ത് ശീലമില്ലാത്തൊരു വിഭാഗം ആയതുകൊണ്ടായിരിക്കാം. എങ്കിൽ കൂടിയും അതിൻ്റെ പൊതുജനങ്ങളിലൊക്കെ എത്തണം. ഞങ്ങൾ ഇതുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. സ്ഥിരമായി പത്രക്കുറിപ്പുകൾ ഇറക്കുക, മീഡിയയെ കാണുക, അങ്ങനെ കൊണ്ടുപോയി ഈ സമരം പൊതുജനങ്ങളിലേക്ക് എത്തുക. ഞങ്ങൾ സമരം ചെയ്യാൻ നിർബന്ധിതരായ സാഹചര്യം ഇതൊക്കെയാണോ എന്ന് ഇവിടുത്തെ പൊതുസമൂഹം അറിഞ്ഞാൽ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചു വരും. ഇല്ല എങ്കിൽ നാളെ സമരം തിരിച്ചടിക്കപ്പെടും. പല സമരങ്ങളും പരാജയപ്പെട്ട പോലെ സമരങ്ങൾ വേണമോ വേണ്ടോ എന്നുള്ളത് മറ്റൊരു ഡിബേറ്റബിൾ ഇഷ്യൂ, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, അത് പോട്ടെ. പക്ഷെ എങ്കിൽ കൂടി ഈ ഒരു സമരത്തിൻ്റെ അനിവാര്യമായ ഈ അവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ നമ്മുടെ സർക്കാർ ഡോക്ടർമാരും സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരു പരിധി വരെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മീഡിയ പേഴ്സണായി നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അവരുടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടുകൂടാ എന്ന ഒരു പൊതുവികാരമുണ്ട്. അത് ഇവിടെ ഏതാണ്ട് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സർക്കാർ വിമുഖത കാണിക്കുന്നു. ചർച്ചകൾ ഭംഗിയായ രീതിയിൽ നടക്കുന്നില്ല. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ ഓഫീസേഴ്സും കൂടി സമരത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാഹചര്യമുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൂടി കേരളത്തിൻ്റെ സാമൂഹിക പരിസരത്തെ വല്ലാതെ കണ്ട് ബുദ്ധിമുട്ടാക്കുന്ന നാളുകളായിരിക്കാം വരാൻ പോകുന്നത്. സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം? അല്ല, അവരുടെ ഇത് പൊതുജനങ്ങളുടെ മധ്യത്തിലെത്തിക്കാനുള്ള എഫേർട്ടിന്റെ പരാജയത്തിനുപരിയായിട്ട് ഞാൻ കാണുന്നത് ഇവിടുത്തെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ എന്താ പറയുക ഒരു അവജ്ഞയാണ്. അതായത് ഇവരൊക്കെ അങ്ങ് സമരം ചെയ്യട്ടെ, ഇവരെയൊക്കെ എന്തിനാണ് നമ്മൾ നോക്കാൻ പോകുന്നുള്ളൊരു ഇവരല്ലേ മാധ്യമങ്ങളുടെ ധർമ്മം എന്താണ്? ഇവർക്ക് ഇവരുടേതായിട്ട് പരിമിതികളില്ല. അവർക്ക് ആ കൂടെ രോഗികൾ ചികിത്സിച്ച് മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അവർക്ക് അവർ പഠിക്കുമ്പോഴേ അവർ സമരത്തിന് പോയിട്ടില്ല. കാരണം അവർക്ക് അവിടെ പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. അപ്പൊ ഇത് മാനേജ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഒരു സാധാരണ ഒരു NGO യൂണിയൻ നടത്തുന്ന സമരത്തെ പോലെ നമ്മൾ ഇതിനെ എക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഈ ഓഫീസുകളിൽ ഒക്കെ തന്നെ ഇവിടുത്തെ ഈ സ്റ്റേറ്റിന്റെ ഏറ്റവും ഒരു പരാജയം എന്ന് പറയുന്നത് ഈ NGOമാരുടെ അതിപ്രസരമാണ്. അവരുടെ ഭരണമാണ് ഈ ഓഫീസുകളിലൊക്കെ. ഈ ഡോക്ടേഴ്സിനെയൊക്കെ അവർ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. അപ്പൊ അതുപോലെ ആ സമരം പോലെ നമുക്ക് അവർ കാണിക്കുന്ന ആ പ്രൊഫഷണലിസം, അതിനൊരു പ്രൊഫഷണലിസം എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് സമരം ചെയ്യാനുള്ള പ്രൊഫഷണലിസം
ആ പ്രൊഫഷണലിസം ഇവരിൽ നമുക്ക് കാണാൻ പറ്റില്ല. തീർച്ചയായും നാച്ചുറലി അങ്ങനെയാണ്. അപ്പോൾ അതാരാ മേക്കപ്പ് ചെയ്യേണ്ടത്? ഇവിടുത്തെ സോ കോൾഡ് മീഡിയയാണ്. അവരാണ് ഇവിടുത്തെ എന്താ എല്ലാത്തിൻ്റെയും കുത്തകാവകാശം അവകാശപ്പെടുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഈ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്കിതൊരു ഇത് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നില്ല. അവരല്ലേ പങ്കുവയ്ക്കേണ്ടത്? ഞാൻ അവിടെയാണ് അത് ചെയ്യുന്നത്. സാറൊരു മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ടായിരിക്കാം അവരെ കുറ്റപ്പെടുത്താൻ വിമുഖത കാണിക്കുന്നത്. പക്ഷേ ഫാക്ട് ഈസ് ഫാക്ട്. അതാണ് ശരിക്കുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു മാധ്യമ പ്രവർത്തനമായിരുന്നുകൂടെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ മാധ്യമ സിൻഡിക്കേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കണ്ണിൽ സ്വാഭാവികമായും പിണറായി സർക്കാരിനെതിരെയുള്ള വികാരത്തെ ആളി കത്തിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാകും അവർ ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നമുക്കൊരു ഒരു സാമൂഹ്യമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ നമ്മുടെ ഇവിടുത്തെ ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരും പരാജിതരാണെന്ന് കൂടി തെളിയിക്കുന്ന ഒരു സമരമാണിത്. മറിച്ച് എന്തെങ്കിലും ഈ സാഹചര്യത്തിൽ ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു അപകടം, ഗുരുതരാവസ്ഥയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് നാളെ ഈ സമരം ഈ കേരളം മുഴുവൻ അറിയും. അതിന് മാധ്യമങ്ങൾ ഓടി അവിടെ എത്തും. ഇവിടെ കണ്ണീരിൻ്റെ ഒരു സൈഡ് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിമിനെ അവർക്ക് കിട്ടുന്നില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് സാധാരണ ഈ ഗതിയിൽ പോകുന്നത്. ഈ സാഹചര്യത്തിൽ മുൻകൈയെടുത്ത് ഇത് ചെയ്യേണ്ടുന്നത് സർക്കാരാണ്. നമുക്ക് സർക്കാരിനോട് ഇത്രയും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. കാരണം ഈ സമരം അധികം നാൾ നീണ്ടു നിൽക്കുന്നത് കേരളത്തിൻ്റെ നാളിതുവരെ കൊട്ടിഘോഷിക്കപ്പെട്ട ആരോഗ്യ കേരളം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കലാകാലങ്ങളായി സൃഷ്ടിക്കപ്പെട്ടതാണത്, നേടിയെടുത്തതാണ് അതിലാണ് നമ്മൾ ഊറ്റം കൊള്ളുന്നത്. അത് പെട്ടെന്നൊരു നാൾ അത് തകിടം പറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഇത്തരം സമൂഹങ്ങളുടെ കാര്യകാരണങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി തന്നെ ചിന്തിക്കുകയും അടിയന്തരമായ പരിഹാരം കാണുകയും വേണം. അങ്ങോട്ട് ചെന്ന് വേണം അത് സമീപിക്കേണ്ടത്. അതില്ലാത്ത സാഹചര്യത്തിൽ പിന്നാലെ നടന്നിട്ട് പോലും മുഖം തിരിക്കുന്ന ഒരു മന്ത്രിയും മറ്റ് സംവിധാനങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയും വേഗം അത് പരിഹരിച്ചാൽ മാത്രമേ ഇത് നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ ഒരു ആരോഗ്യ മേഖലയുടെ ഔന്നത്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും 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 പറയാനാകൂ, ലോകത്തോട് പറയാനാകൂ. അത് എത്രയും വേഗം സംഭവിക്കട്ടെ എന്ന് കരുതാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ മാധ്യമങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് സഹായകമാകാനുള്ളതായിക്കൂടെന്ന് പറയാൻ പറ്റും. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റും. ആസ് എ ജേർണലിസ്റ്റ് സാർ എന്ന് പറയുന്നു. അല്ല, അതാണ് ഞാൻ മുമ്പ് നമ്മുടെ ഈ ചർച്ചകളിൽ തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നത്. ഇത് മറ്റൊരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള ഒരു ഗൂഢാണോ എന്നൊരു ചോദ്യം അത് തന്നെയാണ്. അത് ഞാൻ മേൽ പറഞ്ഞതുപോലെ ഈ പൊതുവിതരണ സമ്പ്രദായം നശിപ്പിച്ചു, ട്രാൻസ്പോർട്ട് നശിപ്പിച്ചു, പൊതുവിദ്യാലയങ്ങളെ ഏറെ നശിപ്പിച്ചു. ഇനി അടുത്തതിന് ഇതും കൂടി തീർത്താൽ ഈ ആരോഗ്യരംഗത്തും ഇൻഷുറൻസ് മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കൊണ്ട് മറ്റൊരു തൊഴുത്തിൽ കെട്ടിയാൽ സമ്പൂർണ്ണമായി കഴിഞ്ഞു. അതിന് നമ്മുടെ മാധ്യമങ്ങളും കൂടെ സൈഡ് നിൽക്കുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ തന്നെ അവിടുത്തെ ആൾക്കാർ പലരും പോയി കഴിഞ്ഞു. അവിടുത്തെ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആൾക്കാർ പോയി കഴിഞ്ഞു. അവർക്ക് ഇതില്ല, പ്രൈവറ്റ് പ്രാക്ടീസ് സമ്മതിക്കുന്നില്ല. 10,000 രൂപ കൊടുത്തിട്ട് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർക്ക് അത് ചെയ്യാം, അതിന് കുഴപ്പമില്ല. അപ്പൊ എന്തൊരു ഒരു വളരെ വിവേചനപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവര്. അല്ല, അർഹതപ്പെടുന്നത് കിട്ടുന്നില്ല സാറേ. എന്തൊക്കെ പറഞ്ഞാൽ അർഹതപ്പെടുന്നത് കിട്ടുന്നില്ല. അർഹത അത് വാസ്തവത്തിൽ ഒരു തൊഴിലാളി വിരുദ്ധമാണ് സർക്കാർ ഈ കാണിക്കുന്നത്. അത് കൊടുക്കാത്തതിന്റെ പേരിലാണെന്നുള്ള കാര്യം നാളെ ജനങ്ങൾ അറിയട്ടെ.